തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി പുക്കൂത്ത് GLP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. 9 വിദ്യാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കൂടുതൽ വോട്ടുകൾ നേടിയ അജിൻ കൃഷ്ണയെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു. ആധുനിക രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് പുക്കൂത്ത് GLP സ്കൂളിൽ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത്. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ നിന്നുള്ള 242 കുട്ടികൾ വോട്ട് ചെയ്തു. 9 വിദ്യാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ വോട്ടുകൾ നേടിയ അജിൻ കൃഷ്ണ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പ്രധാനാധ്യാപിക KV മാധവിക്കുട്ടി വിജയികളെ പ്രഖ്യാപിച്ചു. വോട്ട് നേടി അജിൻ കൃഷ്ണ 62 വോട്ട് നേടി 26% വോട്ടിങ്ങോടെ ഒന്നാമതെത്തി. അതിന് തൊട്ടു താഴെ മുഹമ്മദ് ഷഹാൻ 60 വോട്ടോടെ 25% വോട്ടോടെ രണ്ടാം സ്ഥാനം. നിയ 46 വോട്ടോടെ 14%, 19% വോട്ടോടെ മൂന്നാം സ്ഥാനത്തെത്തി. 4ാം സ്ഥാനത്ത് വേദ 33 വോട്ട്, 5ാം സ്ഥാനം ഇസാ മെഹറിൻ 18 വോട്ട്. ഇങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടിയ വോട്ടുകൾ. ഇവരെ വോട്ടിംഗ് കിട്ടിയതിനനുസരിച്ച് ഇവരെ എല്ലാവരും ചേർത്ത് ഒരു മന്ത്രിസഭ ഉണ്ടാക്കും. അതിലെ ഓരോ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ ഓരോ വിഭാഗങ്ങൾ തിരിച്ച് കുട്ടികൾക്ക് കൊടുത്ത് ഈ വർഷം മുഴുവൻ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് നിയന്ത്രണം ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ചത്. അച്ചടക്ക ചുമതല സ്കൂളിലെ JRC വിദ്യാർത്ഥികളും ഏറ്റെടുത്തു. പുക്കൂത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. ആകെ 268 കുട്ടികളാണ് വോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ 242 കുട്ടികൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഉദ്ദേശം കുട്ടികളുടെ പാഠഭാഗത്തിലൊക്കെ വരുന്നതാണ് ജനാധിപത്യ അല്ലെങ്കിൽ വോട്ടിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയ എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ജനാധിപത്യ രീതി ചെറുപ്പത്തിലെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീനിയർ അസിസ്റ്റന്റ് P രവീന്ദ്രൻ, അധ്യാപകരായ മൃദുല, സന്ധ്യ, റമീസ, ഫായിസ, ഉസ്ഫത്തുന്നീസ, രേവതി, ഫായിസ ജസാക്ക്, അനിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.